നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി. പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ മുറ്റത്ത് നിന്ന സമയത്ത് രാത്രിയിൽ എടുത്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയി കിടന്നിട്ട് ഒരു നട്ടപ്പാതിരാത്രി വെളുപ്പാങ്കാലത്ത് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ ഹാപ്പി കിടന്ന് ഭയങ്കര ബഹളം വെച്ച് ഹാപ്പിക്ക് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുവന്ന് ആക്കിയിട്ട് മുറ്റത്ത് നിന്നപ്പോഴാണ് മുകളിലോട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ചന്ദ്രന് ചുറ്റാകെയായിട്ട് പിന്നെ മഴവില്ല് നിറത്തിൽ റൗണ്ട് ചുറ്റി നല്ല നിറങ്ങൾ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മളെ കടൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേമാതിരിയുള്ള കളറും, ഇപ്പുറത്തെ സൈഡിൽ പിന്നെ സാധാരണ കാർമേഘം മൂടിക്കെട്ടി കിടക്കുമല്ലോ അങ്ങനെ. നിങ്ങളാരെങ്കിലും ഇതുപോലെ ഇന്നലെ രാത്രിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്. ഇന്നലെ രാത്രിയിൽ ചന്ദ്രൻ ചുറ്റാകെയായിട്ട് മഴവില്ലിൻ്റെ നിറങ്ങൾ ഇങ്ങനെ റൗണ്ട് ചുറ്റി നിൽക്കുമല്ലോ അതേമാതിരി ഉണ്ടായിരുന്നു കേട്ടോ, വലിയ രീതിയിൽ. പക്ഷേ എൻ്റെ ഫോണിൽ എനിക്ക് ഇത്ര എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം വലിയ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നേ. പിന്നെ മോൻ്റെ ഫോണിൽ എടുത്തപ്പോഴത്തേക്ക് നല്ല ക്ലിയറും ഉണ്ടായിരുന്നു, വലിയ രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇതിലോട്ട് ആക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് എന്തായാലും ആ ഒരു വീഡിയോയും കൂടെ ചേർത്തിട്ട് ഞാൻ ഇടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ. പിന്നെ രാത്രിയിൽ നമ്മളിങ്ങനെ വെളുപ്പാങ്കത്ത് 2 മണിക്ക് പുറത്തിറങ്ങി ഹാപ്പിനെയും കൊണ്ട് അത് കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് മോന് നല്ല വിശപ്പ്. പിന്നെ ചായ വേണമെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തന്നെ ചായ ഇടുന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, മോക്കും വേണ്ട. പിന്നെ പെട്ടെന്ന് തന്നെ മുട്ടയും കൂടെയൊക്കെ എടുത്തും കൊണ്ട് വന്നു. ഇതിനകത്ത് ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, പെട്ടെന്നില്ല തട്ടിക്കൂട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുന്നതിനെ കൊണ്ട് ഉള്ളിയൊന്നും വേണ്ട, മുളകിടണ്ട. പിന്നെ ഇങ്ങനെ ഇതേപോലെ പൊരിച്ചെടുത്ത് ഇവർ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്ന കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളകിൻ്റെ പൊടി നോക്കിയപ്പോൾ ഇല്ല, പൊടിച്ച് വെച്ചത് അങ്ങനെ ഒന്നുമില്ല, അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടിക്കാനും നിന്നില്ല, കുപ്പിയിലുള്ളതിനെയൊക്കെ തൂത്ത് പറക്കി ഇങ്ങനെ നമ്മൾ വടിച്ചൊക്കെ എടുക്കുമല്ലോ അതേപോലെയൊക്കെ തട്ടിക്കൂട്ടി അതും കൂടെയൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ രാത്രിയിൽ ഇതേപോലെ വന്ന് ചായയും മുട്ടയും പൊരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ കൂടെ നിന്നിട്ട് ചെറിയൊരു വീഡിയോയും കൂടെ എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പറയുവാണെങ്കിൽ കണ്ടൻ്റ് ഇല്ല, അതാണ് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മളെ വീട്ടിൽ ചെയ്യുന്ന ജോലി കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ ഇടുന്നത്. പക്ഷേ ഒരുപാട് പേരും കഴിഞ്ഞ ദിവസം അതിൻ്റെ അങ്ങേ ദിവസം ഇട്ട വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ കൊള്ളാം, വീട്ടു ജോലി വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിടുന്നത് ഇങ്ങനെയുള്ള വീഡിയോ ആയാലും മതി, നമുക്ക് വേറെ കുഴപ്പമില്ല, കാണാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും കഴിക്കാനൊക്കെ രാത്രിയിൽ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ രാവിലെ. പക്ഷേ 6:45 ആയായിരുന്നു എഴുന്നേറ്റപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്ക് നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്ത്. അത് മാത്രമല്ല ഇന്നലെ രാത്രിയിലൊട്ട് ഉറക്കം വന്നതും ഇല്ലായിരുന്നു. എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറത്ത്, പട്ടി കുരയിലും ആകെ ബഹളങ്ങളും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ അവക്കുള്ള സമയം കഴിഞ്ഞ് അവൾക്ക് വെളിയിൽ ഇറങ്ങിക്കൊള്ളാൻ വയ്യാതെ നിൽക്കുമായിരുന്നേ. കതവ് തുറന്നത് നേരെ അങ്ങ് വിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങ് ദൂരെ പോകും, ഇവിടെ എങ്ങ് നിൽക്കത്ത അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ കിണറ്റിൻ്റെ മൂട്ടിൻ്റെ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അങ്ങൊക്കെ പോയതിന് ശേഷം പിന്നെ അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളങ്ങ് തിരിച്ച് കയറി വരും. പിന്നെ മുറ്റത്ത് നിന്നപ്പോഴത്തേക്ക് നമ്മളെ രാവിലെ ഉള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, മുറ്റത്ത് മരങ്ങളും നമ്മളെ പ്രകൃതിയും ഇതൊക്കെ ഒന്ന് കാണിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് സമയം മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് കാണുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിന് നല്ല ഒരു കുളിർമ, നല്ലൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോയും കൂടെയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഹാപ്പീനെ വിളിച്ച് ഹാപ്പി വന്നു കേട്ടോ. ഹാപ്പി വന്നിട്ട് മുറ്റത്ത് ഓടി, വിളിക്കുമ്പോൾ തന്നെ ഓടി വരികയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ വോയിസ് കൊടുക്കുന്നതിനെ കൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മറ്റുള്ള സ്ഥലത്തെ ബഹളങ്ങളും അങ്ങനെയൊക്കെ കേൾക്കാം. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, ഇരിക്കാൻ പറഞ്ഞാൽ അപ്പോഴത്തന്നെ ഇരിക്കും കേട്ടോ, നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ കയറി വന്ന് പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി പറക്കി ആദ്യം ഞാൻ എല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് എഴുന്നേറ്റ് അപ്പോഴും ചായ ഇട്ടപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ കൂടെ പാത്രം കഴുകിയില്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ചായപാത്രം കൊണ്ടുവന്ന് ഈ ഒരു സിങ്കിൽ വെച്ചിരുന്നിട്ട് പിന്നെ ഇന്നിപ്പോൾ രാവിലെ കഴുകാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ കമൻ്റ് ഇട്ട് ചോദിച്ചു നമ്മൾ ആ ഒരു സിങ്കിലാണ് ആ പാത്രങ്ങൾ കഴുകണേന്ന്. മുറ്റത്ത് വെച്ചാണ് നമ്മൾ കഴിവതും പാത്രങ്ങൾ നേരത്തെ എല്ലാം കഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് വയ്യാതായപ്പോഴും കുറേ സമയം തറയിലിരുന്ന് ഇങ്ങനെ കഴുകിയെടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മളിപ്പോൾ അകത്തുള്ള സിങ്കിലാണ് കഴുകുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ടാണ് നമ്മൾ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴുകുന്നത്. എനിക്കാണെങ്കിൽ മുറ്റത്ത് വെച്ച് കഴുകിയാലേ നമുക്ക് ആ ഒരു യഥം കിട്ടത്തുള്ളൂ. പുറത്താകുമ്പോഴത്തേക്കും നമ്മൾ കഴുകാനാണെങ്കിലും വെള്ളം എടുക്കാൻ പോകാനും പിന്നെ കഴുകി നമുക്ക് ഉണക്കാനൊക്കെ മുറ്റത്തൊക്കെ വയ്ക്കുക, അതിൻ്റെ ആ ഒരു സുഖമൊന്ന് വേറെയാണ്. പിന്നെ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇട്ട്, അതുപോലെ തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും പറ്റുന്നിടത്തോളം ഒരുപാട് പേര് ലൈക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു കുമിഞ്ച സുപ്രീമിൻ്റെതാണ്.
ഇതെവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ച് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ അങ്ങാടിക്കട ഉണ്ടല്ലോ അവിടെയൊക്കെ മേടിക്കാൻ കിട്ടും. ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഭീമാപ്പള്ളിയിൽ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ കുമിഞ്ചാൻ കത്തിച്ച് വെക്കുന്ന ഒരു ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെച്ചതിന് ശേഷം അത് കൊണ്ടുപോയി അടച്ച് വയ്ക്കും. അതിനകത്ത് വേറെ ഒരു സ്റ്റീലിൻ്റെ ഒരു റിങ് പോലത്തെ ഒരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടാണ് ഞാൻ ഈ കാണുന്നില്ലേ ഇതിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതിപ്പോൾ കരി പിടിച്ചാണ് ആ ഒരു നിറത്തിലൊക്കെ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരെണ്ണം കത്തിച്ചൊക്കെ നമ്മൾ അടുക്കളയിൽ വെക്കുവാണെങ്കിൽ അടുക്കളയിൽ നല്ല മണവും കിട്ടും. അത് മാത്രമല്ല ഈച്ചയും കുരുട്ടീച്ചയൊക്കെ ഉണ്ടല്ലോ, തൽക്കാലം അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോഴും നമ്മളെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചക്കയും വാങ്ങി വീഴുന്നതിനെ കൊണ്ട് ശരിക്കും ഈച്ച വരുന്നുണ്ട്. അതുപോലെ തന്നെ കുരുട്ടീച്ച ഈ ചക്കയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. മാക്സിമം അടുക്കളയിലൊന്നും കയറാത്ത പരുവത്തിലൊക്കെ പറ്റുന്നിടത്തുള്ള ഈച്ചയ്ക്കുള്ള മരുന്നടിക്കുന്നുണ്ട്. പിന്നെ ലോഷനാണെങ്കിലും ഡെറ്റോളാണെങ്കിലും പുറത്തും. എനിക്കാണെങ്കിൽ ഈച്ചയും കുരുട്ടീച്ചയും വരുന്ന കാണുമ്പോഴേ അങ്ങ് തല പെരുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്കങ്ങ് ഒരു വല്ലാത്തൊരിതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാക്സിമം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശർക്കരയും പിന്നെ ഈസ്റ്റ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കുപ്പിയിലൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് കൊടുത്ത സമയത്തൊക്കെ കുറച്ച് ദിവസം അതൊക്കെ അങ്ങ് ശരിയായൊക്കെ വന്ന് പിന്നീട് അതെനിക്ക് നേരെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഈച്ച പോകാനായിട്ട് എന്തെങ്കിലും വല്ല വഴിയോ മാർഗ്ഗം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പരീക്ഷണം എനിക്കൊന്ന് നടത്തി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയെന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഈച്ച ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയും മാങ്ങ ശരിക്ക് പഴുത്ത് വീഴുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം എന്തായാലും വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും അതിനെ ഒന്ന് ഒഴിവാക്കണം. ഒരുപാട് വീട്ടിനകത്തൊന്നും ആയില്ല, നമ്മളെ സ്റ്റെപ്പിൻ്റെ അവിടം വരെയൊക്കെ ആയി. ഭക്ഷണമൊക്കെ നമ്മൾ വെക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കൂടെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടൻറ്റ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് വിശേഷപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. നമ്മളെ വീട്ടിലുള്ള ഡെയിലി ജോലി കാര്യങ്ങൾ. ഇതിപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ചായക്ക് വേണ്ടിയിട്ടൊക്കെ വെച്ച് ഹാപ്പി അവിടെ വന്നിരിപ്പുണ്ട്. ഹാപ്പിനെയാണ് ഞാൻ വിളിക്കുന്നത് അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ അടുക്കളയിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞ് ഇത്രയും നേരം മോളെ കൂടെ പുറത്തായിരുന്നു. വന്ന് ഇനി ഇതേ കണക്ക് ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെയാണ് നോക്കുന്നില്ല, മനുഷ്യരെ നോക്കുന്ന കണക്കാണ് നോക്കുന്നത്. അപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചായ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ തീ കുറച്ചിട്ടിട്ട് കുറച്ച് സമയം കൂടെ ഇട്ട് തിളപ്പിക്കണേ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കളറും നല്ല ഒരു ടേസ്റ്റും കിട്ടുന്നത്. ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല തലവേദന എടുക്കും. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ നമുക്ക് ഉച്ച സമയം എത്ര സമയം വരെ വേണമെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ചായയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മുട്ടക്കറിയും വെക്കണം, ദോശ ഉണ്ടാക്കണം രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ടും. പിന്നെ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ നമ്മൾ ചോറ് വെക്കുന്നില്ല. ഇന്നലത്തെ ചോറ് വെച്ചത് അതിൽ കുറച്ച് ബാലൻസ് ചോറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്, ദോശ ചുട്ട്, പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളിക്കറി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴിതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. രാവിലത്തെ കാപ്പി. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് നമുക്ക് ഇന്നലത്തെ ചോറും പിന്നെ മീൻ വറുത്തതിരിക്കുന്ന ചമ്മന്തി കുറച്ച് സമയം ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരുന്നു. ഇതൊക്കെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. രാവിലെ കാപ്പിക്കുള്ള കറിയും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് മതി. ഇന്നിപ്പോൾ വൈകിട്ട് എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ പ്രത്യേകിച്ച് നമുക്കിന്നിപ്പോൾ അങ്ങനെ പറയത്തക്കതായിട്ട് ജോലിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഡെയിലി വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ കാണാനേ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.